പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാക്കിയ ഓളം ചെറുതല്ല. പാലക്കാട് മണ്ഡലത്തിൽ മാത്രമല്ല, കഴിഞ്ഞ 2 ദിവസമായി കേരളത്തിൽ ആകെ തന്നെ ഒരു രാഹുൽ മാങ്കൂട്ടം തരംഗം ആഞ്ഞടിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൽ അതിശയോക്തി ഇല്ല എന്ന് തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം അദ്ദേഹം LDFന്റെ മുനയൊടിക്കുന്ന വിധത്തിലുള്ള ആരോപണങ്ങളും തെളിവുമായിട്ടാണ് കഴിഞ്ഞ 2-3 വീഡിയോകളിലായി അദ്ദേഹം കേരളീയ പൊതുസമൂഹത്തിൽ ഇടപെട്ടത്. LDF മുന്നിട്ട് വച്ചിരിക്കുന്ന വികസന അജണ്ടകളെ മുഴുവൻ താറുമാറാക്കിക്കൊണ്ട്, അതിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് തെളിവുകൾ സഹിതം, കണക്കുകൾ സഹിതമാണ് ഈ അവസാന ലാപ്പിൽ രാഹുൽ മാങ്കൂട്ടം കേരളീയ പൊതുസമൂഹത്തിൽ വന്നു നിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് തോന്നും, ആരാണ് അദ്ദേഹത്തെ ഇത്രയധികം ബലാത്സംഗ കുറ്റങ്ങളിൽ, റേപ്പ് കേസുകളിൽ കുടുക്കിയത്? ആരാണ്? സ്വന്തം പാർട്ടിക്കാർ തന്നെയാണ് എന്ന് തന്നെയാണ് നമുക്ക് സൂക്ഷ്മമായ വിശകലനത്തിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ചും VD സതീശന് നേരെയാണ് ആ കുന്തമുന, സംശയമുന നീളുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം ഭാവിയിൽ തനിക്ക് ഭീഷണിയാകുന്ന ഒരു നേതാവിനെ ഒതുക്കേണ്ട ബാധ്യത രാഹുൽ മാങ്കൂട്ടത്തെ പോലെ വളരെ ആധികാരികമായി രാഷ്ട്രീയം പറയുന്ന, വളരെ ആധികാരികമായി മറുപടി പറയുന്ന, സത്യസന്ധമായി മറുപടി പറയുന്ന, അണികളുടെ വികാരം ഉൾക്കൊള്ളുന്ന ഒരു നേതാവ് തനിക്ക് ഭീഷണിയാകും എന്ന് കരുതി VD സതീശനടക്കം ആസൂത്രണം ചെയ്ത ആ കേസുകൾ കോടതിയിൽ ഒന്നൊന്നായി കൊഴിഞ്ഞു വീഴുന്നതാണ്, ഒന്നൊന്നായി ദുർബലപ്പെട്ടു വരുന്നതാണ് നമ്മൾ കാണുന്ന ഒരവസ്ഥ. ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ രാഹുൽ ഗാന്ധി തിരികെ പാർട്ടിയിലേക്ക് എടുക്കാം എന്ന് വന്നപ്പോൾ ഉടൻ വരുന്നു സുപ്രീം കോടതിയിൽ ഒരു അതിജീവിതയുടെ ഹർജി. പക്ഷേ അതിലൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം ലഭിക്കുകയും അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കോൺഗ്രസിന് അനുകൂലമായി, കോൺഗ്രസിലെ ഒരു നേതാവിന് കഴിയാത്ത വിധത്തിലുള്ള ഫാക്റ്റുകൾ നിരത്തിക്കൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അവസാന ലാപ്പിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. കോൺഗ്രസ് പ്രവർത്തകരെ ആകമാനം ആവേശത്തിലാഴ്ത്താൻ തക്ക വിധമുള്ള ഇടപെടലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരളീയ പൊതുമണ്ഡലത്തിൽ, രാഷ്ട്രീയ പൊതുമണ്ഡലത്തിൽ ഉള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇടപെടൽ എന്ന് നമുക്ക് കാണേണ്ടി വരും. ഇപ്പോൾ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിന് എതിരായിട്ടുള്ള ആരോപണങ്ങളുടെ അടിസ്ഥാനം VD സതീശൻ തന്നെയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരും അത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ കമന്റുകളാണ് ഇട്ടിരിക്കുന്നത്. VD സതീശൻ പറഞ്ഞിരുന്നത്, കോൺഗ്രസിന് അല്ലെങ്കിൽ UDFന് അധികാരം കിട്ടിയില്ല എങ്കിൽ ഞാൻ വനവാസത്തിന് പോകുമെന്നായിരുന്നു. പക്ഷേ അദ്ദേഹം വാക്കുമാറ്റി. വലിയ ഒരു മുന്നേറ്റം ഉണ്ടായില്ലെങ്കിൽ മാത്രമേ ഞാൻ വനവാസത്തിന് പോവുകയുള്ളൂ, വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത്തരത്തിൽ ഒരു വലിയ എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തുകൊണ്ട് അദ്ദേഹം പഴയ വാദങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് പുതിയ വാദവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ആ വനവാസവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ പറവൂർ കേരളത്തിന്റെ മുഴുവൻ രാഷ്ട്രീയ ശ്രദ്ധ ആകർഷിക്കുന്ന മണ്ഡലമാണ്. കഴിഞ്ഞ 5 തവണ അവിടെ സതീശൻ വിജയിച്ചു കയറിയ മണ്ഡലമാണ്. പക്ഷേ അവിടെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, BJPയുടെ സ്ഥാനാർത്ഥികൾ ദുർബലമാണ്. അതുപോലെ തന്നെ CPIയുടെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ ദുർബലമാണ്. ഇത്തവണ അങ്ങനെയല്ല. കാരണം ET ടൈസൺ മാസ്റ്റർ കയ്പമംഗലത്ത് നിന്നും ഈ പറവൂരിലേക്ക് വന്നതോടുകൂടി പിക്ചറാകെ മാറിയിരിക്കുന്നു. അതിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ തവണ BDJSന്റെ ഒരു ദുർബല സ്ഥാനാർത്ഥിയാണ് അവിടെ മത്സരിച്ചത്. ഏതാണ്ട് 12,000 വോട്ടുകൾ മാത്രമേ സ്വരൂപിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ AB ജയപ്രകാശ് എന്ന് പറഞ്ഞ BDJSന്റെ ആ ഒരു സ്ഥാനാർത്ഥിക്ക്. എന്നാൽ ഇത്തവണ BJP വളരെ തന്ത്രപരമായ, വളരെ ചടുലമായ ഒരു നീക്കമാണ് നടത്തിയത്. AICC അംഗമായ KPCC മുൻ ജനറൽ സെക്രട്ടറി കൂടിയായ, പറവൂരിലെ മുൻ നഗരസഭാ അധ്യക്ഷ കൂടിയായിട്ടുള്ള വത്സല പ്രസന്നകുമാറിനെ ഇറക്കിയതോടുകൂടി സതീശൻ പറവൂർ മണ്ഡലത്തിൽ മാത്രമായി ചുരുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഓടി നടന്ന ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ 140 മണ്ഡലങ്ങളിൽ ഓടി നടന്ന് വോട്ട് പിടിക്കേണ്ടുന്ന സതീശനെ പറവൂർ മണ്ഡലത്തിൽ മാത്രമായി തളച്ചിടാൻ LDFനും BJPക്കും കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത. അക്കാര്യം കാണാതെ പോകരുത്. കാരണം NSSന്റെ വോട്ടുകൾ അല്ലെങ്കിൽ നായർ സമുദായത്തിന്റെ പരമ്പരാഗത വോട്ടുകളെ സ്വാധീനിക്കാൻ
വത്സല പ്രസന്നകുമാറിന് കഴിയും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ദീർഘകാല കോൺഗ്രസിന്റെ പാരമ്പര്യമുണ്ട്. അതുകൊണ്ട് പരമ്പരാഗതമായി കിട്ടിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് വോട്ടുകളും സ്വരൂപിക്കുന്നതോടുകൂടി വി ഡി സതീശന്റെ നില പരിങ്ങലിലാകും എന്ന് തന്നെ വേണം പറയാൻ. മാത്രമല്ല E.T. ടൈസൺ മാസ്റ്റർ ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഓളം അത് വലിയ തരത്തിൽ സാധാരണക്കാരിലേക്ക് പടർന്നു കയറുന്ന തരത്തിലുള്ള ഒരു വികാരമാണ്. അങ്ങനെ വി ഡി സതീശൻ ലഭിക്കേണ്ടുന്ന വോട്ടുകൾ, പരമ്പരാഗതമായിട്ടുള്ള വോട്ടുകൾ അവിടെ സ്പ്ലിറ്റ് ആകുന്നതോടുകൂടി സതീശന്റെ നില അങ്ങേയറ്റം പരിങ്ങലിലായിരിക്കുന്നു. സതീശൻ അഥവാ തോറ്റുകഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ ശാപം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ ഒതുക്കിയതിന് ശേഷം പാലക്കാട് വളരെ ദുർബലനായിട്ടുള്ള, രാഷ്ട്രീയത്തിൽ മുൻപരിചയമില്ലാത്ത ഒരു മിമിക്രി താരത്തെ കൊണ്ട് നിർത്തിയിരിക്കുന്നത്. മിമിക്രി താരങ്ങൾ എന്ന് പറയുന്നത് അധിക്ഷേപിച്ച് പറയുകയല്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ രമേശ് പിഷാരടിക്ക് എന്ത് രാഷ്ട്രീയ യോഗ്യതയാണുള്ളത്? രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിയ രണ്ട് വീഡിയോ മാത്രം മതിയാകും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ തന്ത്രജ്ഞത, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ ഡെപ്ത്, പൊളിറ്റിക്കലായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു എത്രത്തോളം വിശാലമാണ് അദ്ദേഹത്തിൻ്റെ അറിവ്, അദ്ദേഹത്തിൻ്റെ പ്രതിരോധ രീതി എത്രത്തോളമാണ്. അത്തരത്തിൽ നോക്കുമ്പോൾ എത്രയോ ദുർബലനാണ് ഇപ്പോഴത്തെ സതീശൻ്റെ ഈ നോമിനിയായിട്ടുള്ള UDF സ്ഥാനാർത്ഥി, പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി എന്ന് നമുക്ക് കാണാൻ കഴിയും. ഏതായാലും പാലക്കാട്ടെ വികാരം രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്. അത് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് അല്ലാതെ അവിടുത്തെ വോട്ടർമാർ കൊടുക്കില്ല എന്ന് തന്നെ വേണം നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തെ നെഞ്ചേറ്റിയിരിക്കുന്ന പാലക്കാട്ടെ വോട്ടർമാർ നോക്കുമ്പോൾ അവിടെ രാഹുലിൻ്റെ അസാന്നിധ്യമാണ്. എങ്കിൽ ഞങ്ങൾ ഈ വോട്ട് അങ്ങനെ അങ്ങ് കൊടുത്തു കളയാം എന്ന് കരുതുന്നവരല്ല പാലക്കാട്ടെ UDFന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ യുവ വോട്ടർമാരും അതേപോലെ കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടർമാരും അങ്ങനെ അങ്ങ് ചിന്തിക്കുന്നവരല്ല. രാഹുലിന് പകരം നിർത്തുന്ന ആർക്കും ഞങ്ങൾ കയറി അങ്ങ് വോട്ട് ചെയ്തേക്കും എന്നുള്ള വി ഡി സതീശന്റെ അജണ്ടയെ തകർക്കാൻ തക്ക വിധം ശേഷിയുള്ളവരാണ് പാലക്കാട്ടെ കോൺഗ്രസ് പ്രവർത്തകർ. അവർക്ക് രാഹുൽ മതി, രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം മതി, രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമേ അവർ വോട്ട് ചെയ്യുകയുള്ളൂ എന്ന് തീരുമാനിച്ചവരാണ്. അതുകൊണ്ട് തന്നെ സതീശന്റെ കണക്കുകൂട്ടലുകൾ അവിടെ പിഴയ്ക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിലെ താരതമ്യം ചെയ്യുന്നത് രമേശ് പിഷാരടിയോട് ആണ്. അങ്ങനെ നോക്കുമ്പോൾ ഏത് തട്ടാണ് താണ് നിൽക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് ആരോടും എടുത്തു പറയേണ്ടതൊന്നുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കിയ രണ്ട് വീഡിയോ മാത്രം കണ്ടാൽ മതിയാകും. പക്ഷേ ഇത്തവണ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി വലിയ ഒരു സാധ്യതയാണ് പാലക്കാട്ടുണ്ടായിരുന്നത്. അതിനെയൊക്കെ തകർത്തത് വി ഡി സതീശനടങ്ങുന്ന രമേശ് ചെന്നിത്തലടങ്ങുന്ന ഈ ഒരു കോക്കസ് ആണ്. ജനങ്ങൾ മടുത്തു കഴിഞ്ഞ മുഖങ്ങളാണ് ഇവരെല്ലാം തന്നെ. അതുകൊണ്ട് ഇത്തവണ പാലക്കാട് തീർച്ചയായും വി ഡി സതീശന് നോമിനിയായി വന്നിട്ടുള്ള ഈ ദുർബല സ്ഥാനാർത്ഥിക്ക് ഒരു കാരണവശാലും രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി നിൽക്കുന്ന, രാഹുൽ മാങ്കൂട്ടത്തെ ഒരു കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്ന പാലക്കാട്ടെ വോട്ടർമാർ രാഹുൽ മാങ്കൂട്ടത്തെ കൈവിടില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ വോട്ടുകൾ ഒരു കാരണവശാലും ഇപ്പോഴത്തെ UDF സ്ഥാനാർത്ഥിക്ക്, സതീശന്റെ നോമിനിയായിട്ടുള്ള ഈ ദുർബല സ്ഥാനാർത്ഥിക്ക് പോകില്ല എന്ന് കേരള രാഷ്ട്രീയം സൂക്ഷ്മമായി പരിശോധിക്കുന്ന ആർക്കും തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.